PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ കോഡ് 056/2025 പ്രകാരം കേരള PSC നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും തീർച്ചയായും ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ 1, 3, 4 മാത്രം. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം. ഇവ മൂന്നും ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം. രണ്ടാമത്തെ ചോദ്യം: മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി തന്നിരിക്കുന്നവയിൽ ഒന്നും ശരിയല്ല. മൂന്നാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗം അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി 4 മാത്രം. മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. നാലാമത്തെ ചോദ്യം: താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവരെല്ലാം. TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞുരാമൻ. TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞുരാമൻ ഇവരെല്ലാം വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കന്മാരാണ്. ഉത്തരം ഓപ്ഷൻ ഡി. അഞ്ചാമത്തെ ചോദ്യം: റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി 1, 3 മാത്രം. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റുകൾ. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. ലെനിൻ സർക്കാരിൻ്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറി. റഷ്യയ്ക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. ലെനിൻ സർക്കാരിൻ്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറി. റഷ്യയ്ക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. 1, 3 പ്രസ്താവനകൾ ശരിയാണ്. ആറാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏഴാമത്തെ ചോദ്യം: നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ എ 1, 2, 4 മാത്രം. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കുന്നതിലേക്ക് നയിച്ചു. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കുന്നതിലേക്ക് നയിച്ചു. 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. എട്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യം? ഉത്തരം ഓപ്ഷൻ ഡി.
അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക. രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക. രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക. മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. മനുഷ്യാവകാശങ്ങളോട് മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. ഇവയെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളാണ്. 9-ാമത്തെ ചോദ്യം. കേരളത്തിലെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഉത്തരം ഓപ്ഷൻ ബി. 1903 ശ്രീനാരായണ ഗുരുവിൻ്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. 1914 മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. 1903 ശ്രീനാരായണ ഗുരുവിൻ്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. 1914 മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. എയും സിയും ഡിയും ശരിയായ പ്രസ്താവനകളാണ്. 10-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിൻ്റെ ഫലമായി ഉണ്ടായത്? ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 മാത്രം. ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 11-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ. അവ കൃത്യമായ ഉയരത്തിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നു. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല. അവ കൃത്യമായ ഉയരത്തിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നു. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കുവാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല. ഉത്തരം ഓപ്ഷൻ എ. 12-ാമത്തെ ചോദ്യം. ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിലും ക്രമീകൃത ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു. ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിലും ക്രമീകൃത ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു. ഉത്തരം ഓപ്ഷൻ ബി. 13-ാമത്തെ ചോദ്യം. ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്? ഉത്തരം ഓപ്ഷൻ ബി. പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയങ്ങൾ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ച് കൂടിയുള്ള ഓറോഗ്രാഫിക് ഫലങ്ങൾ, കാറ്റിൻ്റെ വഴിത്തിരിവ്, മഴനിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയങ്ങൾ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ച് കൂടിയുള്ള ഓറോഗ്രാഫിക് ഫലങ്ങൾ, കാറ്റിൻ്റെ വഴിത്തിരിവ്, മഴനിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി.
14-ാമത്തെ ചോദ്യം, ഭാരതീയ മൺസൂണിൻ്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? ഉത്തരം ഓപ്ഷൻ ബി. അന്തർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നതിൻ്റെ സ്ഥാനമാറ്റം ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രത്യാഘാതങ്ങൾ, എൻസോ പ്രതിഭാസങ്ങൾ, എല്ലിനോ ലാനിനോ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുന്നത്. അന്തർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നതിൻ്റെ സ്ഥാനമാറ്റം ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രത്യാഘാതങ്ങൾ, എൻസോ സംഭവങ്ങൾ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി. 15-ാമത്തെ ചോദ്യം, പാലക്കാട് ചുരത്തിൻ്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യപ്രവർത്തനങ്ങളിലും ഉള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ഇത് കാലാവസ്ഥാ ഗേറ്റ്വേയായി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. പാലക്കാട് ചുരം കാലാവസ്ഥാ ഗേറ്റ്വേയായി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. 16-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇവയാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്. 17-ാമത്തെ ചോദ്യം, ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ ലക്ഷ്യമിട്ടത്. 18-ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1ഉം 3ഉം മാത്രം. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നുണ്ട്. 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. 19-ാമത്തെ ചോദ്യം, നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 2 മാത്രം. നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ബി. 20-ാമത്തെ ചോദ്യം, വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചിലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചെലവാണ്. റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചെലവിനാണ്. ഉത്തരം ഓപ്ഷൻ എ. 21-ാമത്തെ ചോദ്യം, എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, ഓൺലി 1 and 2. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരിപാടികളുടെയും വകുപ്പും ചേർന്നാണ് ഇ-ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്.
ഉത്തരം ഓപ്ഷൻ ബി ഓൺലി 1 and 2. 22ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഉത്തരം ഓപ്ഷൻ ബി ഓൺലി 2 and 3. അതായത് അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നീ സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. 23ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയുള്ളത്? 1985 ഭരണഘടനയിൽ ചേർത്തു. കൂറുമാറ്റ നിരോധന നിയമം 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമമാണ്. 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. 24ാമത്തെ ചോദ്യം, വകുപ്പ് വൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4 Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി ഓൺലി 1, 3 and 4. ഉദ്ദേശ്യം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. ഉദ്ദേശ്യം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. 25ാമത്തെ ചോദ്യം, 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയമാണ് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നതാണ് 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം. ഉത്തരം ഓപ്ഷൻ എ ഓൺലി 1. 26ാമത്തെ ചോദ്യം, 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി 1, 2 and 4. നാഗാലാൻഡ്, മിസോറാം, മേഘാലയ. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡ്, മിസോറാം, മേഘാലയ. 27ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് എന്നാണ്? നവംബർ 26, 1949. ജനുവരി 26, 1950. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26-നും നടപ്പിലാക്കിയത് 1950 ജനുവരി 26-നുമാണ്. ഉത്തരം ഓപ്ഷൻ സി. 28ാമത്തെ ചോദ്യം, ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ 356. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ 356. 29ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ഇവിടെ ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്ക് കാരണമായിരിക്കാം ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. 30ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊട്ടുകൂടായ്മ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. 31ാമത്തെ ചോദ്യം, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? ദുരവസ്ഥയിലെ വരികളാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. 32ാമത്തെ ചോദ്യം, ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? പടയണി. പടയണിക്ക് പ്രശസ്തമായ സ്ഥലമാണ് കടമ്മനിട്ട. 33ാമത്തെ ചോദ്യം, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകനാണ് അയ്യാ വൈകുണ്ഠ സ്വാമികൾ. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകനാണ് അയ്യാ വൈകുണ്ഠ സ്വാമികൾ. 34ാമത്തെ ചോദ്യം, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏതാണ്? നിർമാല്യം. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമയാണ് നിർമാല്യം.
35-ാമത്തെ ചോദ്യം. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവലാണ് സമുദ്രശില. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവലാണ് സമുദ്രശില. 36-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂര്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂര്. 37-ാമത്തെ ചോദ്യം. ഭയകൊടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ്? സ്വദേശാഭിമാനി. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രമാണ് സ്വദേശാഭിമാനി. 38-ാമത്തെ ചോദ്യം. ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം എന്നാണ്? 1920. ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം 1920-ലാണ്. 39-ാമത്തെ ചോദ്യം. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോൾ. ലിബറോ എന്ന പദം വോളിബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 40-ാമത്തെ ചോദ്യം. ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി ഏതാണ്? കബഡി. ബംഗ്ലാദേശിൻ്റെ ദേശീയ കളിയാണ് കബഡി. 41-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? അല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. മുകളിൽ പറയുന്നവ ഒന്നുമല്ല. ലിബ്രെ ഓഫീസ് കാൽക്ക്, മൈക്രോസോഫ്റ്റ് എക്സൽ, ആപ്പിൾ നമ്പേഴ്സ്, ഗൂഗിൾ ഷീറ്റ്സ് ഇവയെല്ലാം സ്പ്രെഡ്ഷീറ്റുകളാണ്. 42-ാമത്തെ ചോദ്യം. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഉത്തരം ഓപ്ഷൻ എ. 43-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി. 1, 2, 3 മാത്രം. മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം ഇവയെല്ലാം വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ്. ഉത്തരം ഓപ്ഷൻ ബി. 1, 2, 3 മാത്രം. 44-ാമത്തെ ചോദ്യം. ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? സൈബർ ബുള്ളിയിങ്. ഓൺലൈൻ ഹരാസ്മെന്റ് എന്നത് സൈബർ ബുള്ളിയിങ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. 45-ാമത്തെ ചോദ്യം. ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ. 1, 2 മാത്രം. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ലാനിനു വാനിനേക്കാൾ വേഗത ഉണ്ട്. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ലാനിന് വാനിനേക്കാൾ വേഗത ഉണ്ട്. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. 46-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി. 1ഉം 3ഉം 5ഉം പ്രസ്താവനകൾ ശരിയാണ്. എല്ലാ വർഷവും ആഗസ്റ്റ് 23-ന് ആചരിച്ചു വരുന്നു. എല്ലാ വർഷവും ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിച്ചു വരുന്നു. ഇത് ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. ദേശീയ ബഹിരാകാശ ദിനം ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി. 1ഉം 3ഉം 5ഉം പ്രസ്താവനകൾ ശരിയാണ്. 47-ാമത്തെ ചോദ്യം. പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=g m1m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇത് G and R എന്നിവ യഥാക്രമം ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കവും പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരവുമാകുന്നു. ക്യാപിറ്റൽ G എന്നത് ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കവും R എന്നത് പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരവുമാകുന്നു. ഉത്തരം ഓപ്ഷൻ എ.
48-ാമത്തെ ചോദ്യം ആഗോള താപന സാധ്യത സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 1, 4, 5 പ്രസ്താവനകൾ ശരിയാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹവാതകം കൊടുക്കുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹവാതകം കൊടുക്കുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു. GWP പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. GWP പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. ഒന്നിലധികം ഹരിതഗൃഹവാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. ഒന്നിലധികം ഹരിതഗൃഹവാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 1, 4, 5 പ്രസ്താവനകൾ ശരിയാണ്. 49-ാമത്തെ ചോദ്യം IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിംഗുകൾ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ എ ആക്റ്റീവ് അഡ്സോർപ്ഷൻ, അപ്റ്റാമേസ്, എംഎക്സീൻസ്, ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്. ഉത്തരം ഓപ്ഷൻ എ. 50-ാമത്തെ ചോദ്യം 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7-ാമത്തെ പിരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ലിവർമോറിയം. 51-ാമത്തെ ചോദ്യം ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാകും? 7 വർഷം കഴിഞ്ഞ്. ഉത്തരം ഓപ്ഷൻ സി 7 വർഷം. 52-ാമത്തെ ചോദ്യം ഒരു ഗണിത പരീക്ഷയിൽ വിജയ ശതമാനം 87.5% ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും? 56 വിദ്യാർത്ഥികൾ. 53-ാമത്തെ ചോദ്യം 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? ഉത്തരം ഓപ്ഷൻ ബി 39. 54-ാമത്തെ ചോദ്യം ഒരു ജിയോമെട്രിക് പ്രോഗ്രഷന്റെ 5-ാമത്തെ പദവും 8-ാമത്തെ പദവും യഥാക്രമം 27ഉം 729ഉമാണ്. അതിൻ്റെ 11-ാമത്തെ പദം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ 19,683. 55-ാമത്തെ ചോദ്യം 0.004 എത്ര മടങ്ങ് വലുതാണ് 0.18? ഉത്തരം ഓപ്ഷൻ ഡി 45 മടങ്ങ്. 56-ാമത്തെ ചോദ്യം ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിൻ്റെയും വില ഉൾപ്പെടുന്നു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ കുപ്പിയുടെ വില എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 1.5. 57-ാമത്തെ ചോദ്യം ജോൺ സോണിന് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര തുക ലഭിക്കും? 6,94,575 രൂപ ലഭിക്കും. ഉത്തരം ഓപ്ഷൻ ബി. 58-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 59-ാമത്തെ ചോദ്യം വിരമിച്ച 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ ശരാശരി പ്രായം 64 ആണ്. ഒരു അംഗം ഗ്രൂപ്പ് വിടുമ്പോൾ ശരാശരി പ്രായം 62 ആയി കുറയുന്നു എങ്കിൽ പോയ വ്യക്തിയുടെ പ്രായം എത്രയാണ്? 80 വയസ്സ്. ഉത്തരം ഓപ്ഷൻ ഡി 80 വയസ്സ്. 60-ാമത്തെ ചോദ്യം 5.25 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ വീതിയിലുമായി ചതുരാകൃതിയിലുള്ള ഒരു തറ പൂർണ്ണമായും മൂടാൻ ആവശ്യമായ
ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. 61-ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യനിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടി ഉണ്ടാകും. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയാണ്? 36. 62-ാമത്തെ ചോദ്യം. 85 × 87 × 89 × 91 × 95 × 96-നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ, 0. 63-ാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ഡി, 31. 64-ാമത്തെ ചോദ്യം. കൃത്യമായ ഒരു ക്ലോക്ക് രാവിലെ 8 മണിക്ക് കാണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? 180 ഡിഗ്രി കറങ്ങും. 65-ാമത്തെ ചോദ്യം. ഒരു ക്ലോക്കിൽ 5 മണിയടിക്കാൻ 8 സെക്കൻഡ് എടുക്കും. അതേ ക്ലോക്കിൽ 10 മണിയടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? 18 സെക്കൻഡ്. 66-ാമത്തെ ചോദ്യം. ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ 2 അറ്റത്തു നിന്നും 9-ാമത്തെ വ്യക്തിയാണ് എങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരാണുള്ളത്? 17 പേർ. 67-ാമത്തെ ചോദ്യം. ആദ്യ 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും? 19 തവണ ആവർത്തിക്കും. ഉത്തരം ഓപ്ഷൻ സി, 19. 68-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 69-ാമത്തെ ചോദ്യം. ടാങ്കിന്റെ 1/4 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. 180 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ടാങ്കിന്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്? 1/3 ഭാഗം. 70-ാമത്തെ ചോദ്യം. ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 66. 71-ാമത്തെ ചോദ്യം. ഡാഷ് സപ്പോസ്ഡ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഉത്തരം ഓപ്ഷൻ സി, ബോത്ത് 2 and 3. Aren't I, am I. 72-ാമത്തെ ചോദ്യം. സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു റിഫ്രൈൻ ഡാഷ് ബാഡ് കമ്പനി. ഉത്തരം ഓപ്ഷൻ ഡി, ഫ്രം. റിഫ്രൈൻ ഫ്രം. 73-ാമത്തെ ചോദ്യം. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക്. ഡിഡിൻറ്റ് ദേ. 74-ാമത്തെ ചോദ്യം. വേർ ഈസ് ദ ബസ് സ്റ്റാൻഡ്? സെഡ് ദ യങ് മാൻ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഉത്തരം ഓപ്ഷൻ സി, ദ യങ് മാൻ വാണ്ടഡ് ടു നോ വേർ ദ ബസ് സ്റ്റാൻഡ് വാസ്. 75-ാമത്തെ ചോദ്യം. ദ സിംഗർ പെർഫോംഡ് മെലോഡിയസ്ലി അറ്റ് ദ കൺസേർട്ട് ഫോർ 2 hours. ഉത്തരം ഓപ്ഷൻ ഡി. 76-ാമത്തെ ചോദ്യം. ഐ എക്സ്പ്രസ്ഡ് മൈ സ്ട്രോങ് ഡിസയർ ടു ലേൺ ഡാഷ് കയാക്കിംഗ് ഡാഷ് കനോയിങ് ടു നോ ദ ഡിഫറൻസസ്. ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ബോത്ത് ആൻഡ്. 77-ാമത്തെ ചോദ്യം. There are no less than 50 packets of noodles in the cartoon. Correct the sentence. ഉത്തരം ഓപ്ഷൻ ബി. There are no fewer than 50 packets of noodles in the cartoon. 78-ാമത്തെ ചോദ്യം. Next year I dash guitar for 20 years. ഉത്തരം ഓപ്ഷൻ ബി, will have been playing. Next year I will have been playing guitar for 20 years. 79-ാമത്തെ ചോദ്യം. Are we not going to finish the lesson today? Change into passive voice. ഉത്തരം ഓപ്ഷൻ എ, is the lesson going to be finished by us today? 80-ാമത്തെ ചോദ്യം. His teacher tried to correct him by giving valuable advices. Correct the sentence. ഉത്തരം ഓപ്ഷൻ ബി, his teacher tried to correct him by giving valuable advice. 81-ാമത്തെ ചോദ്യം. Yesterday Ting parked in a restricted area and the police dash his truck. Choose the word that best completes the sentence. ഉത്തരം ഓപ്ഷൻ എ, impounded. 82-ാമത്തെ ചോദ്യം. I was dash when they rang up and informed that I had won a lottery. Choose the correct idiom. ഉത്തരം ഓപ്ഷൻ ബി, on cloud 9.
83-ാമത്തെ ചോദ്യം. ഇറ്റ് വാസ് ഹെർ ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ പബ്ലിക് ആസ് എ പെർഫോമർ ഇൻ ബോളിവുഡ് മൂവീസ്. ഗിവ് വൺ വേർഡ് ഫോർ ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. ഉത്തരം ഓപ്ഷൻ സി ഡിബറ്റ്. 84-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 85-ാമത്തെ ചോദ്യം. ദ വെദർ ഈസ് സ്യൂട്ടബിൾ ഫോർ സോയിങ് സീഡ്സ്. ചൂസ് എ സിമിലർ വേർഡ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്. ഉത്തരം ഓപ്ഷൻ ബി കൺജീനിയൽ. 86-ാമത്തെ ചോദ്യം. ചൂസ് ദ വേർഡ് ദാറ്റ് ഈസ് സ്പെൽഡ് ഇൻകറക്ട്ലി. ഉത്തരം ഓപ്ഷൻ ബി. 87-ാമത്തെ ചോദ്യം. റെസ്പോണ്ടസ് വെസ് പ്ലേറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ആൻസർ പ്ലീസ്. 88-ാമത്തെ ചോദ്യം. ദ തീവ്സ് ഡാഷ് ദ അപ്പാർട്ട്മെന്റ് വൈൽ ദ ഫാമിലി വാസ് ഓൺ എ വെക്കേഷൻ. ഉത്തരം ഓപ്ഷൻ എ ബ്രോക്ക് ഇൻ ടു. 89-ാമത്തെ ചോദ്യം. ആന്റിനാസ് എനേബിൾ കോക്രോച്ചസ് ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ്. ഉത്തരം ഓപ്ഷൻ സി എനേബിൾ. 90-ാമത്തെ ചോദ്യം. ദ ഫിനോമിനൻ ഓഫ് ഗ്ലോയിങ് സീ വാട്ടർ സിഗ്നിഫൈസ് ചേഞ്ചസ് ഇൻ ദ മറൈൻ എൻവയോൺമെന്റ്. ഐഡന്റിഫൈ ദ പ്ലൂറൽ ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഫ്രം ദ ചോയ്സസ് ഗിവൺ. ഉത്തരം ഓപ്ഷൻ ബി ഫെനോമന. 91-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏതാണ്? മാനക ഭാഷ. 92-ാമത്തെ ചോദ്യം. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. പ്രേക്ഷക. 93-ാമത്തെ ചോദ്യം. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? താഴ് പ്ലസ് കോലാണ് താക്കോൽ. 94-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏതാണ്? വിദ്യാർത്ഥി. 95-ാമത്തെ ചോദ്യം. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഇതാണ് ശരിയായ വാക്യം. 96-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ ബഹുജന രൂപം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മാരാർ. 97-ാമത്തെ ചോദ്യം. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെയാണ്? പാർവതി ജായയായിട്ടുള്ളവനാണ് പാർവതി ജാനി. 98-ാമത്തെ ചോദ്യം. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക എന്നതാണ് സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം. 99-ാമത്തെ ചോദ്യം. പ്ര പ്ലസ് മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏതാണ്? പ്രമാണം. 100-ാമത്തെ ചോദ്യം. തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.